ലോകമറിയണം ഈ റിയൽ കേരള സ്റ്റോറി. മതം നോക്കാതെ പ്രണയിച്ചതിന് ഝാർഖണ്ഡ് വിടേണ്ടി വന്ന യുവാക്കൾ കായംകുളത്ത്. സംരക്ഷകരായി കേരള പോലീസ്. ഝാർഖണ്ഡിൽ ലവ് ജിഹാദ് എന്നാരോപിച്ച് വൻ പ്രക്ഷോഭം. എമ്പുരാനെ പൂട്ടാൻ ഫിലിം ചേംബർ. പടം റിലീസ് ചെയ്യണമെങ്കിൽ കരാർ ഒപ്പിടും മുൻപ് അനുമതി വാങ്ങണമെന്ന നിലപാട്. റിലീസ് ചെയ്യാനിരിക്കുന്ന മാർച്ച് 27-ന് സൂചനാ പണിമുടക്കിനും നീക്കം. കോഴിക്കോട്ട് നിയമ വിദ്യാർത്ഥിനി മൗസയുടെ മരണത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല. കാണാതായ ഫോൺ ആൺ സുഹൃത്ത് കൊണ്ടുപോയതെന്ന് വെളിപ്പെടുത്തൽ. ഒളിവിൽ പോയ സുഹൃത്തിനെ ഇനിയും കണ്ടെത്താനായില്ല. വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിക്ക് പിന്നിലെ സത്യം തേടി അന്വേഷണം. അഫാനെ ചോദ്യം ചെയ്യുന്നു. ഉമ്മ ഷെമിക്ക് 65 ലക്ഷം രൂപ കടമുണ്ടെന്ന പോലീസ്. അഫാന്റെ വീട്ടിലേക്ക് പോകുന്ന ഫർസാനയുടെ ദൃശ്യങ്ങൾ ന്യൂസ് 18. என்னுடைய தோழர்கள் தோழிகள் எல்லாருக்கும் என்னுடைய வணக்கம் வணக்கம் வணக்கம். പണമുണ്ടാക്കാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവരെ തൂത്തെറിയണമെന്ന് ദളപതി വിജയ്. മഹാബലിപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന് തുടക്കം കുറിച്ച് VTK മഹാസമ്മേളനം. സ്റ്റാലിനെയും മോദിയെയും ലക്ഷ്യമിട്ട് ഗെറ്റ് ഔട്ട് ക്യാമ്പയിൻ. ആശാ വർക്കർമാർക്കെതിരായ അധിക്ഷേപം തുടർന്ന് CPM നേതാക്കൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് ഈർക്കിൽ സംഘടനയെന്ന പരിഹാസം. എളമരം കരീമിന് പിന്തുണയുമായി LDF കൺവീനർ TP രാമകൃഷ്ണനും. സർക്കാരിനെ വിമർശിച്ച് CPI നേതാവ് KK ശിവരാമൻ. അമേരിക്കൻ പൗരത്വം കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് ട്രംപിന്റെ ഷോക്ക്. പുതിയ പൗരത്വ പദ്ധതി പ്രഖ്യാപിച്ചു. 44 കോടി നൽകിയാൽ ഗോൾഡ് വിസ. ആഴ്ചകൾക്കുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ്. രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭയെ ഞെട്ടിച്ച കേരളത്തിന്റെ തുടക്കം. ആദ്യ ഓവറുകളിൽ 3 വിക്കറ്റുകൾ വീഴ്ത്തി തകർച്ചയിൽ നിന്ന് കരകയറാൻ കരുതലോടെ വിദർഭയുടെ ബാറ്റർമാർ.